രാമപുരം കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ദൈവിക ചൈതന്യം കൊണ്ട് പ്രശസ്തമാകുന്നു. രാമപുരത്തെ നാലമ്പല റൂട്ടിലെ ഏക മുരുക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. രാമപുരം കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രത്തിൽ ദിനംപ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിയും സന്താനലബ്ധിയും ക്ഷേത്ര ദർശനത്തിലൂടെ സാധ്യമാകുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. പ്രകൃതി ഭംഗിയും പ്രശാന്തതയും ഒത്തുചേരുന്നതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്കുള്ള വഴി പ്രകൃതി രമണീയമാണ്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണിത്. 1924 സ്ഥാപിതമായ ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 100 വർഷങ്ങൾക്ക് മുൻപാണ് കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം രാമപുരത്ത് സ്ഥാപിക്കപ്പെട്ടത്. SNDP യോഗത്തിന് ശാഖകളും യൂണിയനുകളും നിലവിൽ വരുന്നതിന് മുമ്പാണ് കൊണ്ടാട്ടിൽ ക്ഷേത്രം ഉയരുന്നത്. 2024 100 വർഷം തികയുന്നു. ഇങ്ങനെ ഒരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രം തന്ത്രി സനത്ത്, മേൽശാന്തി സന്ദീപ് എന്നിവർ പൂജകൾക്കും മറ്റു വഴിപാടുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. SNDP യോഗം 161 നമ്പർ ശാഖാ പ്രസിഡന്റ് സുകുമാരൻ പെരുമ്പ്രായിൽ, സെക്രട്ടറി സുധാകരൻ വാളിപ്ലാക്കൽ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കിഴക്കേക്കര, ശാഖാ ഭാരവാഹികളായ വിശ്വൻ രാമപുരം, ഷാജി വെട്ടിക്കക്കുന്നേൽ, സലി കിഴക്കേക്കര, ഷാജി ഇല്ലിമൂട്ടിൽ, ശശി മഞ്ഞപ്പള്ളിൽ, മനു വാരിയാനി, അജീഷ് കൊളുത്താപ്പള്ളിൽ, ദേവസ്വം പ്രസിഡന്റ് രവി കൈതളാവുങ്കര, സെക്രട്ടറി രവി കണികുന്നേൽ, വനജ ശശി കീരിക്കാട്ട്, വിജയൻ വാളിപ്ലാക്കൽ എന്നിവർ ക്ഷേത്രകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യ തനിമയോടെ ചെയ്യുന്നുവെന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. നാലമ്പല വഴികളിലെ ഏക മുരുക ക്ഷേത്രമാണ് കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. ഗുരുദേവ തൃപ്പാദങ്ങൾ ജനിച്ചിൽ വരികയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നരസിംഹസ്വാമിയാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രം വളരെ കാലപ്പഴക്കം ചെന്നതും പവിത്രവും പരിപാവനവുമായ ഒരു ക്ഷേത്ര സങ്കേതമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ നിത്യേന പിതൃതർപ്പണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. അടുത്ത കാലങ്ങളിലെ നവീകരണ കലശത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അമാവാസി തിഥി. തൃക്കൽ പ്രസാദിച്ച് കുളിർപ്പൂ തറവാട് എന്ന പ്രമാണത്തെ അടിസ്ഥാനമാക്കി ഇന്ന് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര സംഘത്തിലെത്തുകയും അവർക്ക് വേണ്ടതായ ബലിതർപ്പണങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിലെ ഭാരവാഹികളോടൊപ്പം തന്നെ ശാന്തിമാരും അത് സഹകരിച്ചു വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. ഐഫോറിയ ന്യൂസ്, പാലാ.